സുന്നി എന്ന് പറയാം. സുന്നി എന്ന് പറഞ്ഞാൽ ചിലർ പറയും ചാപ്പാട്ടറാമന്മാര്. ആർക്കും അവിടെ കാറ്റടിച്ചിട്ടുണ്ട്? തിന്നാത്ത മനുഷ്യന്മാരാരാ? അതൊക്കെ ഒരു ഇതാണല്ലോ. സുന്നികൾ എന്നാണ് ഓൾക്ക് തിന്നണം. ആർക്കും അവിടെ കാറ്റടിച്ചിട്ട് ജീവിക്കണവരാരാ? എല്ലാവർക്കും തിന്നണം. അപ്പൊ സുന്നി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, അനുവാദം, സൂചന വൽ ജമാഅത്താകുന്ന സഹാബത്ത്, താബിഈ, തബഉ താബിഈങ്ങളിലൂടെ പരമ്പരാഗതമായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരാണ് സുന്നി. അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്നത്തി വ സഹാബത്തി എന്നല്ലല്ലോ പറയുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ വൽ ജമാഅ എന്തിനു പറഞ്ഞു? അത് നബിയുടെ സഹാബത്തിന് മാത്രമല്ല, താബിഈകൾ, തബഉ താബിഈങ്ങൾ മുതൽച്ച് നമ്മളെ വന്യരായ ഉസ്താദുമാർ വരെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് വൽ ജമാഅ എന്ന് പറയുന്ന പ്രയോഗം കൊണ്ടുവന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ മാർഗം സ്വീകരിക്കാതെ നമുക്ക് വല്ല വകുപ്പുണ്ടോ? അപ്പൊ നമ്മളെ പൂർവികന്മാരായ ആളുകളെ സ്വീകരിക്കൽ അനിവാര്യമാണ് എന്ന് തീർച്ച. സഹോദര, ഇന്നെന്താ ദിവസം? ഓർമ്മയില്ലേട്ടാ. ഇന്നെത്താ ദിവസം എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താ? ഇന്ന് നമുക്ക് ആർക്കും ഓർമ്മയില്ലേ? ഇന്ന് ഇതേതാ ദിവസം? ശനിയാഴ്ച. ശരിയാ, ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങൾ ആരടുക്കല അന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ്? ബുഖാരിയോ മുസ്ലിമിലോ ഖുർആനിലോ നോക്കി അന്ന് ശനിയാഴ്ച എന്ന് കിട്ടുമോ? ഇല്ല. ഇന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ്? ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ? അപ്പൊ പൂർവികനായ വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ടാണ് പിൻഗാമിയാകുന്ന ശനിയാഴ്ചക്ക് നിലനിൽപ്പുള്ളത്. ഇതിന് വാദപ്രതിവാദത്തിന്റെ ആവശ്യമുണ്ടോ? പിൻഗാമിയാകുന്ന ശനിയാഴ്ച എന്ന് പറയുന്ന ആളിവിടെ ഉണ്ടാകാൻ ഇതിന്റെ തെളിവെന്താ? മുൻഗാമിയാകുന്ന വെള്ളിയാഴ്ചയാ. ഇന്നലെ വെള്ളിയാഴ്ചയാണെന്നുള്ളതിക്ക് തെളിവോ? അതിന്റെ തലേനാള് വ്യാഴാഴ്ചയായിരുന്നു. മുൻഗാമിയാകുന്ന വ്യാഴാഴ്ചനെ അംഗീകരിക്കാതെ പിൻഗാമിയാകുന്ന വെള്ളിയാഴ്ചക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുൻഗാമികളായ മഹത്തുക്കളെ അംഗീകരിക്കാതെ പിൻഗാമികളാകുന്ന നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അഡ്രസ് ഇല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മുൻഗാമിനെ സ്വീകരിക്കൽ പിൻഗാമിക്ക് നിർബന്ധം. ഇവര് പറയുന്നല്ലോ ഈ തഖ്ലീദ് പാടില്ല, തഖ്ലീദ് പാടില്ല. ആര് പറഞ്ഞു തഖ്ലീദ് പാടില്ല? ഞമ്മളെ വാപ്പയാണെന്ന് ഉമ്മാനെ തഖ്ലീദ് ചെയ്യാതെ കിട്ടുമോ? ഉമ്മാനെ തഖ്ലീദ് ചെയ്യാതെ കണ്ട് നമ്മളെ വാപ്പയാണെന്ന് മനസ്സിലാക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കി. ഖുർആനിൽ പലയിടത്തും പറഞ്ഞില്ലേ അഫലാ തഖിലൂൻ? ആലോചിച്ചൂടെ? ചിന്തിച്ചുകൂടെ? അഫലാ തതദബ്ബറൂൻ? ചിന്താശക്തി ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ചിന്തിക്കാൻ അത് ഒരാൾ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളമ്മ ചെറുപ്പത്തിൽ നമ്മളൊക്കെ തെറ്റിട്ട് ഇപ്പതാ നമ്മളും അങ്ങനെ കേട്ടു പഠിച്ചു അല്ലേ? അതിന്റെ അപ്പുറം ഖുർആൻ വരി ചോദിക്കാൻ കഴിയുമോ നമുക്കതിന്? അപ്പൊ തഖ്ലീദ് പാടില്ല എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. കാരണം നമ്മളെ ഒരു കുട്ടി 5 വയസ്സ് പൂർത്തിയായി, നമ്മളോനെ മദ്രസയെ കൊണ്ടുപോയി ചേർക്കണ്. മുജാഹിദിന്റെ മദ്രസ ആയാലും സുന്നിന്റെ മദ്രസ ആയാലും ഏത് മദ്രസ ആട്ടെ, മദ്രസയെ കൊണ്ടുപോയി ചേർക്കുമ്പോ ഉസ്താദ് എഴുതി കൊടുക്കുന്നു അലിഫ് എന്ന് എഴുതി കൊടുക്കുന്നു. പഴയ കാലത്ത് ഇപ്പൊ എന്താ അങ്ങനെ തന്നെയല്ലേ? ആയിക്കോട്ടെ, ഏതായാലും ആ അക്ഷരം തൽക്കലുണ്ടാവും, അലിഫ്. ഈ അലിഫ് എഴുതി കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ വായിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ്. ഞാൻ വായിക്കൂല. എന്തേ? എന്റെ അലിഫ നിങ്ങളോട് ആരെയോ പറഞ്ഞു? ഷാഫി ഇമാമിനെ സ്വീകരിക്കാൻ വയ്യ. ഇത് അലിഫ നിങ്ങളോട് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞോ അലിഫാന്ന്? റസൂല് പറഞ്ഞോ? ആര് പറഞ്ഞു? കുട്ടി ബാസ് പിടിച്ച്. അപ്പൊ ഉസ്താദി വല്ല ശൈത്താനാ പറയാൻ പറ്റുമോ? ശൈത്താനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ശരിക്കും മറുപടി ഇടണം. ഇത് അലിഫാന്ന് ആരെ പറഞ്ഞു? ഉസ്താദെ എടാ കുട്ടി വല്ലാതെ ഇടങ്ങറായ പോലെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ഇന്ന ആള് പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ, നേർക്ക് നേരെ വരണ്ടേ? അള്ളാഹ് പറഞ്ഞു കൊടുത്തോ ഇത് അലിഫാന്ന്? അവസാനം എന്ത് ചെയ്യേണ്ടി? കുട്ടി പറയാ ഇതിന്റെ വല്യപ്പാടെ കുണ്ടമ്പടി ഇതേ കോലത്തിലാ. വല്യപ്പാക്കുണ്ട് യാതൊരു പടി, ഇത് കുറച്ച് നീളം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഇത് ബടിയാണ് ഉസ്താദേ. എന്താ പറയാനുള്ളത്? ഇത് എന്റെ വാപ്പാടെ അല്ലെ വല്യപ്പാന്റെ ബടിന്റെ ഒരു കോലാണ് ഇപ്പൊ നിങ്ങൾ ഈ വരച്ചത്. അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. അലിഫ് എന്ന് പറയണമെങ്കിൽ അള്ളാഹ് നിങ്ങളോട് പറഞ്ഞത് അലിഫാന്ന്.
അവസാനം പറയടാ, എടാ ചെക്ക, നിന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞതാ. അപ്പൊ ഉസ്താദിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂടാ? അത് നോക്കണ്ടടാ, കുടുങ്ങിയില്ലേ? ഉസ്താദിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ? ഈ ഉസ്താദിനെ അവിടെ കിട്ടി, അയാൾ ഉസ്താദിന് പിന്നെ ഏത് വരെ കിട്ടി? അങ്ങനെ പോകും ഏതുവരെ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഈ റൂട്ട് അംഗീകരിക്കാതെ കണ്ട് ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ എന്ന് ബുദ്ധിപരമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. ഈ റൂട്ടിനെ അംഗീകരിക്കാതെ കണ്ട് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ? ഇസ്ലാമിന്റെ പേരിൽ തോന്നിയാസം പറഞ്ഞതിന് കുഴപ്പമില്ല. ഈ രൂപത്തിൽ ഇസ്ലാമികമായി അടിസ്ഥാനപരമായി വിശദീകരിക്കാൻ സാധ്യമാണോ? ഈ റൂട്ടാണ് തെറ്റിപ്പോയാൽ ഇല്ല. ഈ മാർഗം സ്വീകരിക്കുന്ന കക്ഷിയുടെ പേരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇതല്ലാതെ ഏത് വഴിയാണ് നമുക്ക് രക്ഷയുടെ മാർഗമുള്ളത്? പക്ഷേ ഈ മാർഗം കൈവടിഞ്ഞ കക്ഷിയാണ് ആര്? നമ്മളെ മുജാഹിദ് എന്ന് പറയുന്ന കക്ഷി. ഞാൻ 1-2 സാധനം കൊണ്ടുവന്നിട്ടുള്ള ആവശ്യം കൊണ്ടുണ്ട്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഒരു നേതാവ് ഈ എഴുതിയ പുസ്തകമാണിത്. ഖുത്ബ മദ്ഹബുകളിൽ, ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്ന ഈ പുസ്തകം. ഞാൻ പറഞ്ഞിടത്തോളം മറന്നു പോകരുത്. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, അതിന്റെ വിഷയങ്ങളൊക്കെ നബിയുടെ വാക്ക് പ്രവൃത്തി അനുവാദത്തിലൂടെ വൽ ജമാഅയാകുന്ന സഹാബത്ത്, താബികൾ, തബഅ താബികൾ വഴി നമ്മളെ ഉസ്താദുമാർ വരെ മുട്ടി നിൽക്കുന്നു. അതിന്റെ പേരാണ് സുന്നി ആദർശം എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയും, എന്തിനാ ഈ സുന്നി എന്ന് പറയുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറെ സങ്കുചിതത്വം ഒഴിവാകുമല്ലോ. അത് നല്ലൊരു അഭിപ്രായക്കാരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ല, വളരെ റാഹത്തായി സന്തോഷമായി. അത് ശരിയാണ്. നമ്മളെ പഴയ കാലത്ത് വയസ്സന്മാരൊക്കെ ഉണ്ടല്ലോ സദസ്സിൽ, നമ്മളൊരു തുണിഷാപ്പ് കയറിയിട്ട് ഒരു ബനിയൻ വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളോട് എന്താ ചോദിച്ചിരുന്നത്? കുറച്ച് പഴയ കാലത്ത് ഒരു ബനിയൻ വേണമെന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് അജറാക്ക നിങ്ങൾക്ക് വേണ്ടതെന്നാ ചോദിക്കുക. തുണിഷാപ്പുകാരൻ, നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ബനിയനാ വേണ്ടത്? ഇന്ന് നിങ്ങൾ ഒരു തുണിഷാപ്പുകാരി ഒരു ബനിയൻ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കല് കയ്യുള്ളതോ ഇല്ലാത്തോന്നാ. അതെന്താ ചോദിക്കേണ്ടി വന്നത്? നമ്മൾ പഴയ കാലത്ത്, ആ ചോദിച്ച കാലത്ത് കയ്യുള്ള ബനിയനേ ഉള്ളൂ, പിന്നെ അവിടെ വലിപ്പം കണക്കാക്കിയാൽ മതി. ഇന്ന് കയ്യില്ലാത്ത ബനിയൻ വന്ന്, അപ്പൊ പിന്നെ കയ്യുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടി വന്നു. എന്ന പോലെ ഒരു കാലത്ത് ഇവിടെ അങ്ങനെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി, വേറെ അവാന്തരമില്ല. പിന്നെ ഈ കയ്യില്ലാത്ത ബനിയൻ വന്നപ്പോഴാണ് പിന്നെ സുന്നീന്ന് പറയേണ്ടി വന്നത്. ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ ഇവരുടെ വാദങ്ങള്, ഇവര് സഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത് 1976 അടിച്ച പുസ്തകമാണ്. MT അബ്ദുറഹ്മാൻ മൗലവിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. വായക്കാട്ടുകാരനാണ്. ഞങ്ങൾ 3 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ 4 കിലോമീറ്ററിന്റെ അടുത്ത നാട്ടുകാരാണ്. ഇയാൾ എഴുതുന്ന നോക്കി, ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതിൽ എഴുതുന്നത്, സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഒരു ഖുത്ബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. അറബി അറിയാത്ത ആൾക്കാരോട് സഹാബികൾ അറബിയിൽ ഖുത്ബ ഓതിയെന്ന് സമ്മതിച്ചുകൂടാ. ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായൊരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സഹാബി അറബി അറിയാത്ത സഹാബികളോട് അറബിയിൽ ജുമാ ഖുത്ബ ഓതിയിട്ടുണ്ടെങ്കിൽ ഇന്നടുത്തുനിന്ന് ഓതി, ഇന്ന ആൾ ഓതിയെന്ന് വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കണം. ന്യായമാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ, തെളിയിക്കണം എന്നാണ് ഇയാളെ പറയുന്നത്. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല. വളരെ വ്യക്തമായി മലയാള ഭാഷയിലായി സഹാബികൾ അങ്ങനെ ചെയ്തു എന്ന് തെളിഞ്ഞാൽ തന്നെ കേരള മുസ്ലിയാക്കൾ ചെയ്യുന്നത് ഇസ്ലാമിൽ തെളിവാകാത്തതുപോലെ അതും തെളിവല്ല. ഇനി പിന്നെ എന്തിനാ ഈ മുജാഹിദ് എന്താന്ന് ചോദിച്ചു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതന്നെ. എന്നാൽ നബിയുടെ വഫാത്ത് വരെ ഇവിടെ ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് നമ്മൾ ഓതുന്ന അതേ ക്രമത്തിൽ ഒരു ചട്ടന്റെ ഉള്ളിലായിട്ട് ക്രോഡീകരിച്ചിട്ടില്ല. നബിന്റെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു